ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് പാർട്ട് 10 ചാപ്റ്റർ 1 പാർട്ട് 10 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓവർ സബ്സ്ക്രിപ്ഷൻ ഓഫ് ഷെയർസ് ആണ്. ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഇന്നലെ അണ്ടർ സബ്സ്ക്രിപ്ഷന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അണ്ടർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്തത് 1000 ഷെയർ ആണെന്നുണ്ടെങ്കിൽ 10,000 ഷെയർ ആണെങ്കിൽ അതിന് 8,000 ആളുകൾ വാങ്ങാൻ പറ്റും. അത് അണ്ടർ സബ്സ്ക്രിപ്ഷൻ. അപ്പോൾ ഓവർ സബ്സ്ക്രിപ്ഷനോ 10,000 ഷെയർ നമ്മൾ ഇട്ടിട്ടുണ്ട്, ആളുകൾ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് വാങ്ങാൻ 11,000 ആളുകൾ അപ്ലിക്കേഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനത്തെ വരുന്ന ഒരു സാഹചര്യത്തിന് നമ്മൾ ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയും. ഓക്കെ ആണോ? അത് വായിച്ചു നോക്കാം. Oversubscription means receiving excess application for shares over the share issued by the company. ഓവർ ആയിട്ട് എന്ത് ചെയ്യുക? അപ്ലിക്കേഷൻ റിസീവ് ചെയ്യുക, എക്സസ് അപ്ലിക്കേഷൻ ഉണ്ടാവുക ഓവർ ദ ഷെയർ ഇഷ്യൂഡ് ബൈ ദ കമ്പനി ഇഷ്യൂ ചെയ്ത ഷെയറിനൊക്കെ. ഓക്കെ, ഇത് എപ്പോഴാണ് ഉണ്ടാവുക? കമ്പനിക്ക് നല്ല റെപ്യൂട്ടേഷൻ, കമ്പനിക്ക് നല്ല ഗുഡ് വില്ല്, അതുപോലെ തന്നെ നല്ല പബ്ലിക്കിന്റെ ഇടയിൽ നല്ല പോപ്പുലാരിറ്റി ഉണ്ട്, അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അന്ന് ഓവർ സബ്സ്ക്രിപ്ഷൻ വരിക. ഇപ്പം റിലയൻസ് പോലത്തെ വലിയ കമ്പനികൾ ഒരു ഷെയർ ഇതാക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വാങ്ങാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും. 1,00,000 ഷെയർ ഇഷ്യൂ ചെയ്യുന്നതെന്ന് കരുതി കഴിഞ്ഞാൽ ചിലപ്പോൾ 2,00,000 ആളുകൾ വാങ്ങാൻ റെഡി ആയിരിക്കും. എന്താ ചെയ്യാം? കമ്പനിക്ക് 1,00,000 ഷെയറേ കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പൊ എന്താ ചെയ്യുക എന്നുള്ളതാണ് പ്രശ്നം. ഓക്കെ, അതിന് കമ്പനി 3 ഓപ്ഷൻ വെച്ചിട്ടുണ്ട്. എന്താ 3 ഓപ്ഷൻ? എല്ലാവർക്കും എന്തായാലും ഷെയർ കൊടുക്കാൻ പറ്റില്ല. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഇഷ്യൂ ഷെയർ ടു ഓൾ അപ്ലിക്കൻസ്. കാരണം എന്താ? 1,00,000 ഷെയർ ചോദിച്ചാൾക്ക് 2,00,000 ഷെയർ 1,00,000 ഷെയർ കൊടുക്കാൻ നേരത്ത് 2,00,000 ഷെയർ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും കൊടുക്കാൻ കഴിയൂല. അതുകൊണ്ട് തന്നെ എത്രയാണോ ഇഷ്യൂ ചെയ്ത ഷെയർ അത്രേ കമ്പനിക്ക് പോകാൻ പറ്റുള്ളൂ. ദ കമ്പനി ക്യാൻ അലോട്ട് ഷെയർ ഓൺലി അപ് ടു ദ നമ്പർ ഓഫ് ഷെയർ ഇഷ്യൂഡ്. എത്ര നമ്പർ ഷെയർ ആണ് ഇഷ്യൂ ചെയ്തത് അതേ കമ്പനിക്ക് അലോട്ട് ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെ ആകുമ്പോൾ കമ്പനിയുടെ ഡയറക്ടേഴ്സിന്റെ ഇടയിൽ 3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെന്താണ്? ഫസ്റ്റ് ഓപ്ഷൻ, ഫുൾ അലോട്ട്മെന്റ് ടു അപ്ലിക്കന്റ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് ഷെയർ ഇഷ്യൂഡ് ആൻഡ് ടോട്ടലി റിജക്ട് എക്സസ് അപ്ലിക്കേഷൻ. അതെന്താണ്? 1,00,000 ഷെയർ ആണ് നമ്മൾ ഇഷ്യൂ ചെയ്തതെന്നുണ്ടെങ്കിൽ 1,00,000 ഷെയർ ആദ്യം ചോദിക്കുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത ആളുകൾക്കോ ആർക്കാന്ന് വെച്ചാൽ 1,00,000 ഷെയർ കൊടുക്കുക, ബാക്കി വരുന്നൊക്കെ റിജക്ട് ചെയ്യുക, ഫുള്ളി റിജക്ട് ചെയ്യുക, ടോട്ടൽ റിജക്ഷൻ ഏറെ വന്നത്. രണ്ടാമത്തെ എന്താ? പ്രൊപ്പോർഷനേറ്റ് അല്ലെങ്കിൽ പ്രോറാറ്റോ അലോട്ട്മെന്റ് ടു ഓൾ അപ്ലിക്കന്റ്. അതായത് ഉദാഹരണം, 2 ഷെയർ ചോദിച്ചാൾക്ക് 1 ഷെയർ കൊടുക്കുക. അപ്പൊ 2,00,000 ഷെയർ ചോദിച്ച ആൾക്കാർക്ക് വരുമ്പോൾ എന്ത് ചെയ്യും? ഒരു ഷെയർ വീതം പിന്നെ പകുതി ഷെയർ കൊടുക്കും. അതെങ്ങനെ നടക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഷെയർ കൊടുത്തവൻ 1/2 ഷെയർ എന്ന് പറഞ്ഞാൽ നടക്കൂല. അത് നോർമലി ഉണ്ടാവുന്ന രീതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം എത്ര ഷെയർ ഒരാൾക്ക് വാങ്ങാം അതിന്റെ ഒരു ബണ്ടിൽ പോലും പറയും. അതായത് മിനിമം 100 ഷെയറിന്റെ ഇത് എടുക്കാൻ പറ്റുള്ളൂ എന്ന് നോർമലി എന്ത് ചെയ്യും? നിങ്ങൾ IPO ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും. ഒരാൾക്ക് മിനിമം വാങ്ങാൻ പറ്റുന്ന ഷെയറിന്റെ എണ്ണം ഇത്രയാണെന്നോ അല്ലെങ്കിൽ അതിന്റെ എമൗണ്ട് ഇത്രയാണോ പറയും. അപ്പൊ അവിടെ അതൊരു വിഷയമല്ല. അതായത് 1,00,000 ഷെയർ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട്, നാട്ടുകാർ വന്ന് അപ്ലിക്കേഷൻ തരുന്നത് 2,00,000-നാണെങ്കിൽ ഇതിനൊരു പ്രൊപ്പോർഷനേറ്റ്ലി ചെയ്യും. അതായത് 10 ഷെയർ ചോദിച്ചാൾക്ക് 5 ഷെയർ കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ 2,00,000 ഷെയർ ചോദിച്ചവർക്ക് 1,00,000 എന്നുള്ള രീതിയിൽ പ്രോറാറ്റ അലോട്ട്മെന്റ് നടത്തും. ഫസ്റ്റത്തത് ഏറെ വന്നത് മുഴുവൻ റിജക്ട് ചെയ്യുക, രണ്ടാമത്തത് പ്രോറാറ്റ പ്രൊപ്പോർഷനേറ്റ്ലി അലോട്ട് ചെയ്യുക, മൂന്നാമത്തത് രണ്ടിന്റെ കൂടി ഒരു കോമ്പിനേഷൻ. അതായത് ഇപ്പൊ 2,00,000 ഷെയർ വെച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് ചോദിച്ചാൽ 1,40,000 ഷെയർ ഉള്ള ആളുകൾക്ക് എന്ത് ചെയ്യുക? പ്രൊപ്പോർഷനേറ്റ്ലി വീതിച്ചു കൊടുക്കുക ഓരോരു റേഷ്യോയില്. ഓക്കെ, ബാക്കി 60,000 ഷെയർ ചോദിച്ച ആളുകളുടെ മുഴുവൻ റിജക്ട് ചെയ്യുക. അപ്പൊ ഇവിടെ പ്രൊപ്പോർഷനും ഉണ്ട്, റിജക്ഷനും ഉണ്ട്. ഇങ്ങനെ വരുന്നതാണ് 3ാമത്തെ ഓപ്ഷൻ. ഇങ്ങനെ 3 ഓപ്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ എങ്ങനെയാണ് ഡീൽ ചെയ്യുക എന്ന് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ സിമ്പിൾ ആണ്. ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. എന്നതിന് ശേഷം നമുക്ക് ഒരു പ്രോബ്ലത്തിലേക്ക് പോകാം. കമ്പനി 1000 ഷെയർ ഇഷ്യൂ ചെയ്തു. 1000 ഷെയർസ് എന്ത് ചെയ്തു? ഇഷ്യൂ ചെയ്തു. ഓക്കെ, അപ്ലിക്കേഷന്റെ കൂടെ 5 രൂപ, അലോട്ട്മെന്റിന്റെ കൂടെ 3 രൂപ, ഫസ്റ്റ് കോളിന്റെ കൂടെ 2 രൂപ. ഇങ്ങനെയാണ്.
ഓക്കെ, 1000 ഷെയറിന് 2000 ഷെയർ നാട്ടുകാർ എന്ത് ചെയ്തു, അപ്ലിക്കേഷൻ തന്നു. അപ്ലിക്കേഷൻ റിസീവ് ചെയ്ത് എത്ര ഷെയറിനാ, 2000 ഷെയറിന്. അപ്പൊ എന്താ ഉണ്ടാവുക, ആദ്യം നമുക്ക് അപ്ലിക്കേഷന്റെ പൈസ വരില്ലേ ചെയ്യാം. എത്ര ഷെയറിന് പൈസ വരും, 2000 ഷെയറിന് പൈസ വരും. അപ്പം ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ അപ്ലിക്കേഷൻ. അപ്ലിക്കേഷൻ എത്ര, 2000 ഇൻറ്റു 5 എത്ര, 2000 ഇൻറ്റു 5 എത്ര, 10000. ഓക്കെ, ഇത്ര പൈസ നമുക്ക് വന്നിട്ടുണ്ട്, നമുക്ക് അതിലൊന്നും ചെയ്യാൻ കഴിയില്ല. 10000 ആണ്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, അലോട്ട്മെന്റിലേക്ക് പോകും. അല്ല, ഷെയർ, ഇത് ജേണൽ എൻട്രി ആണ്. ഷെയർ ക്യാപിറ്റൽക്ക്, ഷെയർ ക്യാപിറ്റൽ നമ്മൾ എത്ര ഷെയറിന്റെ കൊടുക്കുള്ളൂ, 1000 ഷെയറിന്റെ കൊടുക്കുള്ളൂ. ബാക്കി റിജക്ട് ചെയ്യണം. നോക്കുക, ശ്രദ്ധിക്കുക ജേണൽ എൻട്രി. അപ്പം ഷെയർ അപ്ലിക്കേഷൻ, നോർമലി എൻട്രി ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. ഷെയർ അപ്ലിക്കേഷൻ എത്ര ഉണ്ട്, 10000. ഓക്കെ, 10000 നമ്മൾ ഇട്ടു. ബാക്കി ഷെയർ ക്യാപിറ്റൽക്ക് എത്ര പോകാൻ പറ്റുള്ളൂ, 1000 ഇൻറ്റു 5, 5000 പോകാൻ പറ്റുള്ളൂ. അതേ നമ്മൾ അലോട്ട് ചെയ്യുന്നുള്ളൂ, 5000. ഓക്കെ, ബാക്കി എന്ത് ചെയ്യണം, പൈസ ബാങ്കിന് തിരിച്ചു കൊടുക്കണ്ടേ. അപ്പൊ ടു ബാങ്ക് 5000. ഓക്കെ ആണോ. ബാക്കി നോർമൽ പ്രൊസീജിയർ, ഷെയർ എന്താണ്, ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ, ബാങ്ക് അക്കൗണ്ട് ടു ഷെയർ അലോട്ട്മെന്റ്, ആ രീതിയിൽ പോകും. ഇത് നല്ലപോലെ ശ്രദ്ധിക്കുക. ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ, എക്സസ് എമൗണ്ട് ഫുള്ളി റിജക്ഷൻ ആയതുകൊണ്ട് ടു ബാങ്ക് എന്ന് പോകും. ഓക്കെ, ഇതാണ് കേസ്. നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതാണ് ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ടു ബാങ്ക് എന്ന് പറഞ്ഞത്. നമ്മൾ മറ്റും കൂടെ ചേർത്ത് ഒന്നിച്ച് ചെയ്തേ. അല്ലാതെ നമുക്കിപ്പോൾ എന്ത് ചെയ്യാം, ഈ എൻട്രി സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അതെങ്ങനെ, ഷെയർ അപ്ലിക്കേഷൻ ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ എത്ര, 5000. ഇപ്പോഴും ഷെയർ അലോട്ട്മെന്റിൽ എന്തുണ്ട്, ഷെയർ അപ്ലിക്കേഷനിൽ എന്തുണ്ട്, ഒരു 5000 ബാലൻസ് ഉണ്ട്. അപ്പൊ അടുത്ത ചാനലുണ്ട്, ഷെയർ അപ്ലിക്കേഷൻ ഡെറ്റർ ടു ബാങ്ക്, എക്സസ് എമൗണ്ട് 5000 ചെയ്തു, റിജക്ട്. ഇപ്പൊ നോക്ക്, ഷെയർ അപ്ലിക്കേഷൻ 2 തവണ ഡെബിറ്റ് ചെയ്തു. ഷെയർ ക്യാപിറ്റൽ 5000 വെച്ചിട്ട് ബാങ്കും 5000 വെച്ചിട്ട് എന്ത് ചെയ്തു, ക്രെഡിറ്റും ചെയ്തു. അതിന് പകരം നമ്മൾ എന്ത് ചെയ്തു, ഈ എൻട്രി ഇട്ടു. ഷെയർ അപ്ലിക്കേഷൻ ഈ 5000 കൂടെ കൂട്ടിയിട്ട് ഡെബിറ്റിൽ ഇട്ടു. ഓക്കെ, പിന്നെ ഷെയർ ക്യാപിറ്റൽ നിന്നും ബാങ്കിൽ നിന്നുള്ള ഒന്നിച്ചിട്ടു. രണ്ടും ഒന്ന് തന്നെയാണ് കേസ്. ഓക്കെ, നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എഴുതാം. ഓക്കെ, അപ്പൊ ഞാന് നമ്മൾ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. കേട്ടോ, യെസ്. ഷെയർ ലിമിറ്റഡ് ആസ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ 5 ലക്ഷം ഉണ്ട്. അതോടെ നോട്ടെ, ഡിവൈഡ് ഇൻ ടു ഷെയർസ് ഓഫ് 10 each. ഓക്കെ, അപ്പൊ 5 ലക്ഷം ക്യാപിറ്റൽ ഉണ്ട്, ഒരു ഷെയറിന്റെ വില 10 രൂപ. അപ്പൊ 50000 ഷെയർ നമ്മുടെ കയ്യിലുണ്ട്. ദ കമ്പനി ഇഷ്യൂഡ് 20000 ഷെയർ കേട്ടോ. വിച്ച് ഈസ് പേബിൾ ആസ് ഫോളോസ്. അപ്ലിക്കേഷന്റെ കൂടെ 3, അലോട്ട്മെന്റിന്റെ കൂടെ 2, ഫസ്റ്റ് കോള് 2.5, ഫൈനൽ കോള് 2.5, ടോട്ടൽ 10. അപ്ലിക്കേഷൻ റിസീവ് ചെയ്ത് 25000 ഷെയറിന്, 20000 ഷെയറിന് 25000 വന്നിട്ടുണ്ട്. അപ്ലിക്കേഷൻ മണി ഓൺ 5000 ഷെയർസ് വേർ റീഫണ്ടഡ്. 5000 ഷെയറിന്റെ പൈസ ഫുള്ളി തിരിച്ചു കൊടുക്കണം. ബാക്കി എന്ത് ചെയ്യണം, ഇതാണ് രീതി. അപ്ലിക്കേഷന്റെ കൂടെ 3 രൂപ, 25000 ഷെയറിന് വരും കേട്ടോ. 20000 ഷെയറിനല്ല പൈസ വരിക. അപ്പൊ അത് നോക്കാം എങ്ങനെ വരിക. ബാങ്ക് അക്കൗണ്ട് ടു ഷെയർ അപ്ലിക്കേഷൻ, 25000 ഷെയറിന് 3 രൂപ വെച്ച് വരുമ്പോൾ 75000 വരും. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണ്, ഷെയർ അപ്ലിക്കേഷനിൽ 75000 രൂപ ഉണ്ട്. ഇവിടെ 20000 ഇൻറ്റു 3, 60000 ഷെയർ ക്യാപിറ്റലിലേക്ക് പോകാൻ പറ്റുള്ളൂ. ബാക്കി 15000, അതായത് 5000 ഷെയറിന്റെ 3 രൂപ വെച്ചിട്ട് 15000 എന്ത് ചെയ്യണം, റിജക്ട് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ജനറൽ എൻട്രി എന്താ, അത് റിജക്ട് ചെയ്യാനുള്ള ജനറൽ എൻട്രി ഇതാ, നമ്മൾ നേരത്തെ ഇതുപോലെ തന്നെ എഴുതിയുണ്ടോ. ഷെയർ അപ്ലിക്കേഷൻ 75000, ഷെയർ ക്യാപിറ്റൽ 60000, ബാങ്ക് 15000. ഓക്കെ, സെറ്റാണോ? കമന്റ് ചെയ്യാൻ കേട്ടോ, എന്താ അവസ്ഥ എന്നുള്ളത് മനസ്സിലാവുന്നുണ്ടോന്ന്. ഇനി ബാക്കി സിമ്പിൾ ഒരേപോലെ പോകും. ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ എത്രയെന്ന്,
20,000 ഷെയറിന് 2 രൂപ വെച്ചിട്ട്. ബാങ്ക് അക്കൗണ്ട് ഇട്ടിട്ട് ഷെയർ അലോട്ട്മെന്റ് ആ പൈസ 20,000 ഇൻറ്റു 2 വന്നു. ഇനി ഫസ്റ്റ് കോളിന്റെ കൂടെ 2.5 രൂപയാണ്. അപ്പൊ എന്ത് ചെയ്യാം? ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഇട്ടിട്ട് ഷെയർ ക്യാപിറ്റൽ 20,000 ഇൻറ്റു 2.5. ഓക്കെ, ഇതൊക്കെ ക്ലാസ്സിൽ പറഞ്ഞതായതുകൊണ്ടാണ് ഞാൻ കൂടുതൽ വിശദീകരിക്കാത്തത്. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്തതാണ്. ഇനി ബാങ്ക് അക്കൗണ്ട് ഇട്ടിട്ട് ഷെയർ ഫസ്റ്റ് കോൾ 20,000 ഇൻറ്റു 2.5. അതേ കാര്യം തന്നെ ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ഇട്ടിട്ട് ഷെയർ ക്യാപിറ്റൽ 50,000 വരും. 20,000 ഇൻറ്റു 2.5 തന്നെയാണ്. അത് ബാങ്ക് അക്കൗണ്ട് ഇട്ടിട്ട് ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ 50,000 വരും. ഇതാണ് രീതി. ഇനി നമ്മൾ സെക്കൻഡ് ഓപ്ഷൻ എങ്ങനെ ചെയ്യുക, തേർഡ് ഓപ്ഷൻ എങ്ങനെ ചെയ്യുക എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ ചെയ്യാം. ഇന്നത്തെ ക്ലാസ് ഞാൻ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നല്ലപോലെ നോക്കി കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ.